ഈ ഒരു പേപ്പർ കപ്പ് വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ കപ്പിന് ഈക്വൽ ആയിട്ടുള്ള പാർട്സ് ആയിട്ട് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിങ്ങനെ കട്ട് ചെയ്തപ്പോൾ ടോട്ടൽ 11 പാർട്ടായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് യാണോ അല്ലെങ്കിൽ ജൂട്ട് ത്രെഡോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് യാണാണ്, കാരണം എൻ്റെ കയ്യിൽ യാണായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ജൂട്ട് ത്രെഡ് അത്രയും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ യാണ് വെച്ചിട്ട് നമ്മൾ ആ യാണ് ഈ ബോട്ടം പാർട്ടിലൊന്നും ഇങ്ങനെ ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പണ്ടൊക്കെ തന്നെ മുടങ്ങിയെടുക്കാമായിരുന്നല്ലോ, അതായത് ഒന്നിൻ്റെ അകത്ത് കൂടെ മുടങ്ങി പിന്നെ അപ്പുറത്ത് കൂടെ എടുത്ത് അങ്ങനെ നമ്മൾ മുടങ്ങിയെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് മുടങ്ങിയെടുത്ത് എൻ്റെ വരെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ യാണ് വെച്ച് ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ടൈറ്റായിട്ട് ചെയ്യാൻ മറന്നു. ഞാൻ ഭയങ്കര ലൂസായിട്ട് ചെയ്തതിനെ കൊണ്ട് ഇത് എൻഡിലിങ് വന്നപ്പോൾ ഒരു ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല, ഞാൻ യൂസ് ചെയ്ത പേപ്പർ കപ്പ് കുറച്ച് വലുതായിരുന്നു. ഇതിൻ്റെ പകുതി സൈസിൽ വരുന്ന കുഞ്ഞി കപ്പുണ്ടല്ലോ, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ റിസൾട്ട്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇതിൽ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഗ്യാപ്പ് വരില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ക്രോഷേ ചെയ്തിട്ട് ഒരു ഹാൻഡിലും കൂടെ ഇതിന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ ഫ്ലവേഴ്സോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം പേപ്പർ ഫ്ലവറൊന്നും ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നില്ല. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിരുന്ന ലോട്ടസ് ഞാൻ ഇതിൻ്റെ അകത്തേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കണ്ട.